ഇസ്രയേലിനെതിരെ ഭീഷണിയുമായി ഇറാൻ സൈനിക മേധാവി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രീന്റെ ഭാഗമായി ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ മേജർ ജനറൽ ഇബ്രാഹിം ജബാരി പറഞ്ഞു. ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് ഇസ്രായേലിനെ തകർക്കുമെന്നും ഭീഷണി മുഴക്കി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേജർ ജനറൽ ഇബ്രാഹിം ജബാരി രംഗത്ത് വരുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് കൃത്യസമയത്ത് കൃത്യതയോടെ ഇസ്രായേൽ നഗരങ്ങളായ ടെലവീവ്, ഹൈഫ എന്നിവയെ പൂർണ്ണമായി നശിപ്പിക്കാനും ഇസ്രായേലിനെ അങ്ങനെ പൂർണ്ണമായും തകർക്കുവാനും പര്യാപ്തമായ രീതിയിൽ നടപ്പിലാക്കുമെന്നാണ് ജബാരിയുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. 2024 ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേലിനെതിരെ ഇറാന്റെ ആസൂത്രിതമായി ഇനി നടത്തുമെന്ന് പറയുന്ന മൂന്നാമത്തെ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇപ്പോൾ തുടർച്ചയായി IRGC ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇറാന്റെ ഭീഷണി ഇസ്രായേലിനൊപ്പം നിന്ന് ചെറുക്കുമെന്നും ഇറാനെ ആണവരഹിതമാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തന്നെ ഇറാൻ ചൈനയിൽ നിന്നും 1000 ടൺ റോക്കറ്റ് ഇന്ധനം ഇറക്കുമതി ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടൊപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരം ലോകത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം, മിസൈൽ നഗരം എന്ന് വിശേഷിപ്പിച്ച് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ സേനാ കമാൻഡറുടെ വെല്ലുവിളിയോട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സാർ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ടെന്നും ഇറാൻ തങ്ങളുടെ ശത്രുവാണെന്നും ഗിദയോൻ സാർ ജബാരിയുടെ വെല്ലുവിളിക്ക് മറുപടി നൽകി. അതേസമയം ഇറാന്റെ വെല്ലുവിളിയെ ഇസ്രായേൽ മുഖവിലക്കെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.